ഗോകുലനാരിമാർക്കാത്മവൈകല്യത്തെ യോഗം വരുത്തിക്കൊടുത്ത കൃഷ്ണഹരി. രാസകേളിക്കുള്ള രാത്രികളോരോന്നേ രാധയുമായി കഴിച്ച കൃഷ്ണഹരി. വ്യാസാചാര്യൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ചൈത്രമാസത്തിലെ പൗർണമി ദിവസം ദീക്ഷ വരിക്കൂ യുധിഷ്ഠിര. പൈലൻ, യജ്ഞവൽക്കൻ മുതലായ മഹർഷിമാരെ ഋത്വികളാക്കി വരിക്കൂ. ഭീമനെയും നകുലനെയും രാജ്യഭരണം ഏൽപ്പിച്ച് സഹദേവനെ അരമന ഭരണവും ഏൽപ്പിക്കൂ. അർജുനൻ ധാരാളം സൈന്യങ്ങളുമായിട്ട് മേധാശ്വത്തെ നടത്താൻ പോട്ടെ എന്നും ഉപദേശിച്ചിട്ട് വ്യാസാചാര്യൻ വീണ്ടും മറഞ്ഞു. യുധിഷ്ഠിരൻ അനുജന്മാരെയും കൂട്ടി ഭഗവാന്റെ മുമ്പിൽ അനുവാദം വാങ്ങാനായിട്ട് ചെന്നു. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകി. പുരോഹിതന്മാരെയും ഋത്വികളെയൊക്കെ വരിച്ചു. അതിനുശേഷം യുധിഷ്ഠിരൻ ദീക്ഷ വരിച്ചു. ഒരു ലക്ഷണമൊത്ത മേധാശ്വത്തെ തെരഞ്ഞെടുത്ത് അർജുനൻ ധാരാളം സൈന്യങ്ങളോടുകൂടി അശ്വാചരണത്തിന് പുറപ്പെട്ടു. അശ്വം ഓരോരോ രാജ്യങ്ങളിൽ കൂടി കടന്നുപോയി. ആരുടെയും കാര്യമായ എതിർപ്പൊന്നും ഉണ്ടായില്ല. മഹാഭാരത യുദ്ധം മൂലം എല്ലാ രാജ്യങ്ങളും ഒരുവിധം നാഥനില്ലാത്ത അവസ്ഥയിലായിരുന്നു. പാണ്ഡവര് ജയഭേരിയോട് കൂടിയിട്ട് തങ്ങളുടെ രാജ്യത്തിൽ കൂടി കടന്നു പോകുന്നത് ദുഃഖിച്ച് കണ്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ. തൃകത്തന്മാർക്ക് ഒരു ദേഷ്യമുണ്ട്. തങ്ങളുടെ രാജാവിനെയും സംശപ്തകന്മാരെയും അർജുനനാണ് കൊന്നത്. ആ വാശി അവരിൽ നിലനിൽപ്പുണ്ടായിരുന്നു. സൂര്യവർമ്മൻ എന്നൊരു രാജാവായിരുന്നു അക്കാലത്ത് തൃകർത്ത രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹം കുതിരയെ തടുത്തു യുദ്ധത്തിന് തയ്യാറായി. അപ്പോൾ അർജുനൻ പറഞ്ഞു, സൂര്യവർമ്മ, ജീവിതമാണ് എല്ലാറ്റിലും വെച്ച് വലുത്. അതിനെ നിലനിർത്തൂ. എന്നാൽ പലതും സാധിക്കാൻ കഴിയും. നശിപ്പിച്ചാലോ സർവനാശം മാത്രമേ ഉണ്ടാവൂ. സൂര്യവർമ്മൻ അർജുനൻ്റെ ഉപദേശത്തെ പുല്ലുവിലയ്ക്ക് തള്ളി. സൂര്യവർമ്മനും അർജുനനും തമ്മിലുള്ള യുദ്ധം നടന്നു. സൂര്യവർമ്മൻ കൊല്ലപ്പെട്ടു. ഈ സൂര്യവർമ്മന് കേതവർമ്മൻ എന്നും ധൃതവർമ്മൻ എന്നും പറഞ്ഞ രണ്ട് അനുജന്മാർ ഉണ്ടായിരുന്നു. കേതവർമ്മൻ അർജുനനെ എതിർത്തു. താമസിയാതെ കേതവർമ്മനും കൊല്ലപ്പെട്ടു. അതിനുശേഷം ബാലനായ ധൃതവർമ്മൻ അർജുനനോട് വന്ന് എതിർത്തു. വളരെയധികം ഹസ്തലാഘവത്തോടെ ഒരു തികഞ്ഞ പോരാളിയെ പോലെയാണ് ധൃതവർമ്മൻ അർജുനനോട് എതിർത്തത്. ഇത് കണ്ട അർജുനന് തൻ്റെ മരിച്ചുപോയ അഭിമന്യുവിനെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് ആ ബാലൻ്റെ യുദ്ധവൈദഗ്ധ്യം വളരെ കൗതുകത്തോടു കൂടി വലിയ എതിർപ്പൊന്നും കാണിക്കാണ്ട് അതങ്ങനെ നോക്കിക്കണ്ട് രസിക്കാൻ തുടങ്ങി അർജുനൻ. പ്രത്യേകിച്ച് വലിയ പ്രതിരോധമൊന്നും അർജുനൻ സൃഷ്ടിക്കേണ്ടായില്ല. ഇത് തനിക്ക് അനുകൂലമാണ് എന്ന് കണ്ട ധൃതവർമ്മൻ അതിനെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ തന്നെ തുനിഞ്ഞു. അർജുനൻ്റെ ഇടത്ത് കൈ മുറിക്കാനാണ് ആ ബാലൻ തുനിഞ്ഞത്. അർജുനൻ്റെ കൈ മുറിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അർജുനൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം താഴെ വീണു. എന്താ കഥ? ദിവ്യമായ ആ ഗാണ്ഡീവ തേജസ് അർജുനൻ്റെ കയ്യിൽ നിന്ന് വീഴുക ആർക്കെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? ആർക്കും ആലോചിക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു അത്. അർജുനൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം ഭൂമിയിൽ പതിച്ചപ്പോൾ ഇന്ദ്രജാപം അവിടെ കിടന്ന് വിളങ്ങുന്നത് കാണാൻ വിസ്മയം തന്നെയായിരുന്നു. കുമാരൻ്റെ ആ ഹസ്തലാഘവത്തിൽ അർജുനന് വലിയ സന്തോഷമാണ് ഉണ്ടായത്. നിമിഷ നേരം കൊണ്ട് അർജുനൻ ഗാണ്ഡീവം കയ്യിലെടുത്തു. കാർമേഘം പൊഴിയുന്നത് പോലെയാണ് പിന്നെ ശരങ്ങൾ അവിടെ മുഴുവൻ നിറഞ്ഞത്. ആർക്കും തമ്മിൽ കാണാൻ വയ്യാത്ത സ്ഥിതിയായി. ഇത് കണ്ട ബാലൻ സ്തംഭിച്ച് നിന്നുപോയി. അവനെ
തോൽപ്പിച്ച് തിരിച്ചയച്ച് അർജുനൻ യാഗാശ്വവുമായിട്ട് മുന്നോട്ട് നീങ്ങി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.